നമ്മൾ കോട്ടയം ജില്ലയിൽ അറുപുഴ എന്ന സ്ഥലത്ത് ചെയ്ത ഒരു ലാൻഡ്സ്കേപ്പ് പ്രൊജക്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഫ്രണ്ടിലൊരു റാമ്പ് ഏരിയ വരുന്നുണ്ട്. ആ റാമ്പ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് കോബിൾ സ്റ്റോൺസ് ആണ്. കടപ്പ കോബിൾസിൻ്റെ ബ്ലാക്ക് കോബിൾ സ്റ്റോൺസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. 4x4 ഇഞ്ചിൽ വരുന്നത്. അതൊരു ലൈൻഡ് പാറ്റേണിൽ ലേ ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ഒരു പോർഷനിൽ. ഇവിടുന്ന് അകത്തേക്ക് വരുന്നത് നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ 50 mm ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ബ്ലാക്ക് കളറിലെ കടപ്പ സ്ട്രിപ്സും കൂടി ഒരു ഭംഗിക്ക് വേണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ലാൻഡ്സ്കേപ്പാണ്. നമ്മൾ ഈ കാണുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ ലോണാണ്. നാച്ചുറൽ ലോൺ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ലോണാണ് ഈ ഒരു പോർഷനിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ക്ലയൻറ്റ് എന്ന് പറയുന്നത് UAE അവർ സ്ഥിരതാമസമുള്ളത്. ജസ്റ്റ് കുറച്ച് വെക്കേഷൻ ടൈമിലാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നതും. ഒരു 3 months 4 months ഇരിക്കുമ്പോൾ 10 days ഒക്കെയാണ് വീട്ടിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആർട്ടിഫിഷ്യൽ ലാൻഡ്സ്കേപ്പ് മതിയെന്നായിരുന്നു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്. നാച്ചുറൽ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ആൾക്ക് ആർട്ടിഫിഷ്യൽ ലാൻഡ്സ്കേപ്പിനോടായിരുന്നു താല്പര്യം. അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് ഗ്രാസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ യൂസ് ചെയ്തിരിക്കുന്ന ഗ്രാസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 18,000+ ഡെൻസിറ്റി വരുന്ന 4 layer ബാക്കിങ് വരുന്ന ഡേറ്റക്സ് വാല്യൂ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. ഗ്രാസിൻ്റെ ഈ നാരുകളുടെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന ഒരു വാല്യൂ ആണ് ഡേറ്റക്സ് വാല്യൂ. ആ ഡേറ്റക്സ് വാല്യൂ 7,800+ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 7 to 8 years എബോ ലൈഫ് പ്രതീക്ഷിക്കാവുന്ന മെറ്റീരിയലാണിത്. പരമാവധി ജോയിൻ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഇവിടെ ലേ ചെയ്തിരിക്കുന്നത്. 2 meter by 25 meter റോൾസാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലാൻഡ്സ്കേപ്പിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ജസ്റ്റ് ഒരു പാത്ത് വേ പോലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ഒരു തറ പോലെ അവിടെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷനിലേക്ക് ഒരു ഹൈലൈറ്റ് പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ആ ഒരു പോർഷനിലേക്ക് പോകാനായിട്ട് ചെറിയൊരു പേവിങ് സ്റ്റോൺ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് വന്നിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു ജസ്റ്റ് ഒരു തറ പോലെ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഇതിനടിയിലൊക്കെ നമ്മൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഈവനിങ് ആംബിയൻസ് നമുക്ക് ഇതിനകത്ത് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബൊള്ളാർട്ട് ലൈറ്റ്സും അതുപോലെ തന്നെ ഇതിനടിയിൽ നമ്മൾ പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ലാൻഡ്സ്കേപ്പിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ഈ ഒരു പ്ലോട്ടിൻ്റെ 2 സൈഡും ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും ചെറുതായിട്ട് ഹൈറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇവിടുന്ന് നമ്മുടെ ഹാർഡ്സ്കേപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 1 feet സ്ലോപ്പ് ഉണ്ട്. അത് അറിയാത്ത രീതിയിൽ ചെറിയ സ്ലോപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും വെള്ളം ഇവിടെ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ലാൻഡ്സ്കേപ്പിനകത്ത് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ സ്ലോപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഡക്റ്റും കാര്യങ്ങളും വാട്ടർ ഡ്രെയിനും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലാൻഡ്സ്കേപ്പ് 2 സൈഡിലേക്ക് നമുക്ക് ഹാർഡ്സ്കേപ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് 2 സൈഡിലേക്കും ചെറിയൊരു ഹൈറ്റ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രീനറി പരമാവധി നമുക്ക് എലിവേഷനിൽ കിട്ടുകയും ചെയ്യും. കാര്യം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് നോക്കുമ്പോൾ പരമാവധി നമുക്ക് ആ എലിവേഷനിൽ ഗ്രീനറി കിട്ടാനായിട്ടാണ് ചെറിയൊരു ഹൈറ്റ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഈ സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഈ സൈറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ കൂട്ടത്തിൽ അതിൻ്റെ ക്ലിപ്പുകൾ ആഡ് ചെയ്യാം. ശരിക്കും ഒരു 45 to 75 feet സെൻറ്റിമീറ്ററോളം ഡെപ്തിലായിരുന്നു ഈ സൈറ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സൈറ്റിലേക്ക് ഈ മുറ്റം വരുന്ന പോർഷൻ നമുക്ക് ഇത്ര ഹൈറ്റാക്കി മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനുള്ള ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മണ്ണ് നിറയ്ക്കുന്ന ടൈമിൽ പ്രൊസീജിയേഴ്സും ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് വരുമ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു ലാൻഡ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ ഈ ഒരു പോർഷൻ ലോൺ ചെയ്യേണ്ട പോർഷൻ ആണെങ്കിൽ തന്നെ നമ്മളിവിടെ റോളർ കോമ്പാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ലാൻഡ് ഇങ്ങനെ ഒരുക്കിയെടുത്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ഒരു റിക്വയർമെൻറ്റ് പ്രകാരം പുള്ളിക്ക് അധികം ചെടികളോട് അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. കാര്യം മെയിൻ്റനൻസ് ഇഷ്യൂ ആണ്, അല്ലാതെ മറ്റ് കുഴപ്പം കൊണ്ടൊന്നുമല്ല. ആൾക്ക് മെയിൻ്റനൻസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നാച്ചുറൽ പ്ലാന്റ്സ് ആഡ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് 2 plants ആണ് മെയിൻലി ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നൊരു ഡേറ്റ്സ് പാം ഈ ഒരു പോർഷനിലും അതുപോലെ തന്നെ അപ്പുറത്തെ ലാൻഡ്സ്കേപ്പിനകത്ത് നമ്മൾ ഡേറ്റ്സ് പാം ആഡ് ചെയ്തിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ടെർമിനാലിയ ഗ്രീൻ നമ്മളിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ഒരു പോർഷനിൽ അത്യാവശ്യം ഈ പ്ലാന്റ് വളർന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു തണലും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടാണ് ടെർമിനാലിയ ഗ്രീൻ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കാണുന്ന മാവ് നമ്മുടെ ഈ പ്ലോട്ടിലുണ്ടായിരുന്നായിരുന്നു. ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു കസ്റ്റമറിൻ്റെ ഒരു ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ആ മാവിൽ കുറച്ച് ഇത്തളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ റിമൂവ് ചെയ്ത് പരമാവധി അതിനെ റിട്ടേൺ ചെയ്താണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പം മാവ് ഓൾമോസ്റ്റ് വളർന്നു കഴിയുമ്പോഴത്തേക്ക് ശിഖരങ്ങളെല്ലാം രണ്ടാമത് റെഡിയായി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു തണലും കാര്യങ്ങളും കിട്ടുന്നൊരു സംഭവമായതുകൊണ്ടാണ് അത് അവിടെ റിട്ടേൺ ചെയ്യാൻ തീരുമാനിച്ചത് തന്നെ. അപ്പം ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു മാക്സിമം കാർ പാർക്കിംഗ് സ്പേസ് വേണമെന്നുള്ളത്.
അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ട് മുറ്റം മാക്സിമം പേവിങ് സ്റ്റോൺസ് കൊടുത്തിട്ട് പാർക്കിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ലെഫ്റ്റ് റൈറ്റ് പോർഷൻസ് എന്ന് പറയുന്നത് വളരെ മിനിമലായിട്ട് ചെയ്യണമെന്നായിരുന്നു ആളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഈ ബാക്കിലേക്കൊക്കെ വരുന്ന പോർഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗം കൂടിയായിട്ട് താണ്ടൂ സ്റ്റോൺസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താണ്ടൂ സ്റ്റോൺസിന് തന്നെ 30 mm പേവേഴ്സാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 സൈഡിലും നാച്ചുറൽ പെബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം വെള്ളവും കാര്യങ്ങളും താഴേക്ക് ഇറങ്ങാനായിട്ട് ഈ ഒരു പെബിൾസ് സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ടോട്ടൽ ഏരിയ ഫുള്ള് ലാൻഡ്സ്കേപ്പിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് റൈറ്റ് ബാക്ക് അങ്ങനെയുള്ള എല്ലാ ഏരിയാസും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ബാക്ക് സൈഡ് വരുന്നിടത്തും നമ്മൾ വളരെ മിനിമലായിട്ട് ആവശ്യമുള്ള അത്രയും സ്പേസ് മാത്രമാണ് ഈ ഒരു പേയ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഏരിയാസ് മൊത്തം തന്നെ പെബിൾസിനാണ് കവർ ചെയ്തിരിക്കുന്നത്. അത് തന്നെ പെബിൾസിനടിയിൽ വീറ്റ് മാറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. കൂടുതലും കളകൾ കിളിച്ച് വരാതിരിക്കാനായിട്ട് വീറ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പോർഷൻസിലെല്ലാം തന്നെ വീറ്റ് മാറ്റ് യൂസ് ചെയ്താണ് നമ്മൾ പെബിൾസ് ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മുറ്റത്തിൽ നിന്ന് ജസ്റ്റ് ഒരു വാക്ക് വേ, നമ്മൾ പിക്കറ്റ് ഗേറ്റിലേക്ക് ഒരു വാക്ക് വേയും കൂടി കൊടുത്തിട്ടുണ്ട്. കാര്യം ജസ്റ്റ് മെയിൻ ഗേറ്റ് അടച്ചിട്ടിരുന്ന സമയത്ത് എല്ലാവരും കൂടുതൽ ആക്സസ് ചെയ്യുന്നത് ഈ ഒരു പാത്ത് വേ ആയിരിക്കും. ഇതുപോലുള്ള ലാൻഡ്സ്കേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട് മനോഹരമാക്കി ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും നാച്ചുറൽ ആണെങ്കിലും ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയായ കലിസ്ത ഡിസൈൻസിനെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം കേരളത്തിലെവിടെയും നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. എങ്ങനെയാണോ നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ്. അപ്പം വെറുതെ ഒരു പേവിങ് സ്റ്റോൺ ചെയ്ത് തീർക്കുക എന്നുള്ള രീതിയിൽ ഉപരി നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യാം. ജസ്റ്റ് കോൺടാക്റ്റും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീടിൻ്റെ വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.